ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്റർ. സർ, ഈ മത്സ്യഫെഡ് മുഖേന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന പലിശരഹിത വായ്പ അത് അടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പലിശയൊക്കെ ഈടാക്കുന്ന പ്രവണത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സർ, തീരദേശ മേഖലയിലെ സ്ഥിതി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വറുതിയും പട്ടിണിയുമാണ് തീരദേശ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഇത്തരം പലിശരഹിത വായ്പ എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന ഈ വായ്പ, മത്സ്യഫെഡ് നൽകുന്ന വായ്പ, അതിൻ്റെ തിരിച്ചടവ് തെറ്റിയാൽ അത് പരമാവധി ലഘൂകരിച്ച് ആ വായ്പ തിരിച്ചടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനകത്ത് തന്നെ ഒരു പരാമർശമുണ്ട്, വറുതി. അതൊരു വറുതിയില്ല. കേരളത്തിൻ്റെ തീരമേഖല വളരെ സേഫാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി അതീവ സന്തോഷവാന്മാരുമാണ്. ഈ ഗവൺമെൻറ് കാലത്ത് നല്ല സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. പറയട്ടെ, രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചത് മത്സ്യഫെഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ സഹകരണ സംഘങ്ങൾ വഴിയുള്ള സഹായങ്ങളാണ്. നിയമാനുസൃതമുള്ള സഹായങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളി കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും കുടിശ്ശിക വരുത്തിയ കേസ് അങ്ങ് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചാൽ അത് മത്സ്യഫെഡിൻ്റെ ശ്രദ്ധപ്പെടുത്തി നമുക്ക് പരിഹരിക്കാൻ കഴിയും.